Yeah. Good morning to all. Good morning, ma'am. Morning, ma'am. Good morning, everyone. Good morning, ma'am. Okay, start here, Namka. Start with prayer, birthday, and sign. A warm good morning to all. My name is Miria and I am coordinating today. Let us start our class with a prayer song. So I call out Tina for the prayer. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. 'Twas grace that taught my heart to fear, and grace my fears relieved. How precious did that grace appear the hour I first believed. Thank you, Tina, for the wonderful prayer. Next, I call out Ranjini for signing. Good morning, ma'am. Good morning, all. We warmly welcome Ashwadi Miss, who is also the motivational speaker for all of us taking classes today. Welcome to all my friends who have joined the class today. Have a good day, everyone. Thank you. Thank you, Ranjini. Next, I call out Rosemary for thought of the day. Is Rosemary is here? Yeah, Rosemary absent now. Okay. Anyone can say thought of the day. Okay, ഞാൻ പറയാം. Do not dwell in the past. Do not dream of the future. Concentrate the mind on the present moment. Gautam Buddha. Thank you, Ranjini. Next, I call out Gladys for news reading. Good morning, everyone. Today's headlines: Israel strikes Lebanon capital Beirut after Hezbollah fires rockets drones. Canada's Mark Carney to meet India PM Narendra Modi in historic trip to reset ties with India. CBSE postpones March 2nd board exams in Middle East amid Iran-US-Israel conflict. T20 World Cup 2026 semi-finals locked after India's win. Thank you. Have a nice day. Thank you, Gladys. Next, I welcome Ashwadi Miss to the call. Okay. So once again, good morning to all. Good morning, ma'am. Good morning, ma'am. Okay. Ranjini Anilkumar. Ma'am. എന്തായിരുന്നു സൈനിൽ എന്താ പറഞ്ഞേ? ഒന്ന് പറയാവോ? ഞാനത് ശ്രദ്ധിച്ചില്ല. Motivational speaker. അതെപ്പോ?
എപ്പോഴും ഞങ്ങളൊരു വീണ് പോകുന്ന സമയത്തൊന്ന് ഞങ്ങളെ ഒന്ന് മോട്ടിവേഷൻ ചെയ്യാറുണ്ട് മാം. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനത് കേട്ടപ്പോ എന്നെ തന്നെയാണോ ഇനി അതാണ് ഒന്നുകൂടെ ഇത്ര ക്ലിയർ ആയില്ല. അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അത് എന്നെ തന്നെയാണോ എന്നൊക്കെ സംശയം വന്നു. അത്രയൊന്നും ഇല്ലാട്ടോ. അയ്യോ ടാഗ്ലൈൻ കേട്ടോ. ഷോ ഇതൊന്നുമില്ല. ഓക്കെ, അപ്പോ ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊന്നും നമ്മള് ഡിസ്കസ് ചെയ്യുന്നേ ഇല്ല. അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. സോ എന്താ ഓക്കെ. ആരെങ്കിലും കസിൻസോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ നിങ്ങളുടെ അവിടെ? എല്ലാവരും സേഫ് അല്ലേ? യെസ് മാം ഉണ്ട്. നമ്മുടെ റാഷിദ ഷാർജയിലാണ് മാം. ഞങ്ങൾ ചോദിച്ചായിരുന്നു സംഭവങ്ങളൊക്കെ കേട്ടപ്പോ. പക്ഷെ ഷീ സേഫ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. മാമിന്റെ ഹസ്ബൻഡ് പുറത്തല്ലേ? എങ്ങനെ, സേഫ് അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും സേഫ് ആണ്. സമാധാനം. ഓക്കെ, അപ്പോ പിന്നെന്താ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, സുഖമായിരിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ആക്റ്റീവ് ആണ്, റൈറ്റ്? ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ചുമ്മാ കുറച്ചു നേരം നമ്മൾ സംസാരിച്ചു അല്ലെ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാം. ആൻഡ് ആണ്, കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ആരാന്ന് വെച്ചാൽ ക്ലാസ് ടേക്ക് ഓവർ ചെയ്യാം ആൻഡ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എന്താ, ഫ്രേസ് ആണോ? ഗുഡ് മോർണിംഗ് മിസ്. സംനയാണേ. സംനയാണേ. ഷംനയാണ് ഞാൻ. ഓ ഷംന ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ ആണോ? എന്നാലും എന്തോ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. ഇല്ല, ഞാൻ ഇപ്പം ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല, ക്ലിയർ സ്റ്റാർട്ട് ചെയ്തോ. നമ്മൾ ഇന്ന് ആഡ് വെർബ് ഫ്രേസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബിൻഷ ടീച്ചർ ആഡ് വെർബ് ഫ്രേസ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റിനി മിസ് ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ റിനി മിസ്സിന് ചെറിയ പേഴ്സണൽ പ്രോബ്ലം ഉള്ളത് കൊണ്ട് റിനി മിസ്സിൻ്റെതും എൻ്റെതും കൂടി ഞാനിന്ന് എടുക്കാന്ന് വിചാരിക്കുന്നേ. നമുക്ക് ആദ്യം ആഡ് വെർബ് ഫ്രേസിനെ കുറിച്ച് പറയുന്ന മുമ്പിലെ ആഡ് വെർബ് എന്നാന്ന് നോക്കാം. ഒരു നൗണിന് അഡ്ജക്റ്റീവ് പോലെയാണ് എന്ത് വേർബിന് ആഡ് വെർബ് എന്ന് പറയുന്നത്. അപ്പോ നൗണിന് അഡ്ജക്റ്റീവ് നൗണിന് വിശേഷണം കൊടുക്കുകയാണെങ്കിൽ ആഡ് വെർബ് വേർബിന് വിശേഷണം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആഡ് വെർബ് എന്ന് പറയുന്നത്. അപ്പോ ആഡ് വെർബ് ഫ്രേസിനെ കുറിച്ചിട്ട് ബിൻഷ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ അത് തന്നെ സനില നമ്മുടെ ഗ്രൂപ്പില് അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് തന്നു. സിമ്പിൾ ആണ്. ത്രോട്ടിന് കുറച്ച് ഇതിന്റെ പ്രശ്നമുണ്ട്, ചുമയുള്ളത് കൊണ്ടാണ്. അപ്പോ ആഡ് വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് വേർബിനെ ഒന്നിൽ കൂടുതൽ വേർഡ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആഡ് വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ആഡ് വെർബ് ഫ്രേസ് ഞാനൊരു 3 എക്സാമ്പിൾസ് പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പറയട്ടെ, എക്സാമ്പിൾസ് പറയട്ടെ. She is getting married. She is getting married very soon. She is getting married very soon.
പിന്നെ ആഡ് വെർബ് ഫ്രേസ് എന്നാ വരുന്നത്. ഇതിന്റെ അകത്ത് ഈ സെന്റൻസിൽ ആഡ് വെർബ് ഫ്രേസ് ഏതാണെന്ന് പറയോ? സനില ഒന്ന് പറയോ ആഡ് വെർബ് ഫ്രേസ് ഏതാ വരുന്നതെന്ന്? Getting married very soon. Very soon. ഓക്കെ ഓക്കെ. Correct വെരി ആണോ? വെരി സൂൺ ആണ് ആഡ് വെർബ് ഫ്രേസ് വരുന്നത് ആ സെന്റൻസിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വി ഹാഡ് എ ക്രേസി പാർട്ടി. വി ഹാഡ് എ ക്രേസി പാർട്ടി ലാസ്റ്റ് നൈറ്റ്. ഒന്നുകൂടി പറയാണ്. വി ഹാഡ് എ ക്രേസി പാർട്ടി ലാസ്റ്റ് നൈറ്റ്. ഇതിന്റെ അകത്ത് ആഡ് വെർബ് ഫ്രേസ് ഏതാണ്? ആഡ് വെർബ് ഫ്രേസ് ആരേലും ഒന്ന് പറയോ? Last night. കറക്റ്റ് ആണ്. ആഡ് വെർബ് ഫ്രേസ് വരുന്നത് ലാസ്റ്റ് നൈറ്റ്. മൂന്നാമത്തത് പറയട്ടെ. I always feel happiest, HAPPIEST, happiest during the summer. ഒന്നുകൂടി പറയാ. I always feel happiest during the summer. ഇതില് ആഡ് വെർബ് ഫ്രേസ് എന്നാ വരുന്നേ? During the summer. സെന്റൻസിലെ ആഡ് വെർബ് ഫ്രേസ് ഡ്യൂറിങ് ദ സമ്മർ. അപ്പൊ ഞാൻ ആഡ് വെർബ് ഫ്രേസില് പിന്നെ ഇപ്പൊ ബിൻഷ മിസ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ കുറെ എക്സാമ്പിൾസ്. അപ്പൊ അത് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് അതിന്റെ 6 ടൈപ്സ് നോക്കാം. ആഡ് വെർബ് ഫ്രേസിന്റെ 6 ടൈപ്സ്. ഓക്കെ ആണോ എല്ലാരും? ആഡ് വെർബ് ഫ്രേസിന് 6 ടൈപ്സ് ആ ഉള്ളത്. ആഡ് വെർബ് ഫ്രേസിന് 6 ടൈപ്സ്. ടൈം, പ്ലേസ്, മാനർ, ഫ്രീക്വൻസി, റീസൺ ആൻഡ് ഡിഗ്രി. ആഡ് വെർബ് ഫ്രേസ് ഓഫ് ടൈം ഒന്നാമത്തത്. ആഡ് വെർബ് ഫ്രേസ് ഓഫ് ടൈം നോട്ട് ചെയ്യണേ എല്ലാരും. ഫസ്റ്റ് വൺ, ആഡ് വെർബ് ഫ്രേസ് ഓഫ് ടൈം. എഴുതിയോ? Add verb phrase of time indicates when an action occurs. ഒരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മളിത് എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. എന്നാ പിന്നെ അതിന്റെ എക്സാമ്പിൾ അതിന്റെ എക്സാമ്പിൾ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. എന്നാ എക്സാമ്പിൾസ് എഴുതിക്കോ. എന്നാ പറയട്ടെ. I went to, first example, I went to
ലോസ് ഏഞ്ചൽസ്, LOSANGELS, ലോസ് ഏഞ്ചൽസ്. Yesterday. First one, I went to എനിക്കൊന്ന് മ്യൂട്ട് ആക്കോ? First one, I went to Los Angeles yesterday. എഴുതിയോ? ഇതിന്റെ അകത്ത് ഏതാണ് വരുന്നത് അറിയോ? ഫ്രേസ്, ആഡ്വർബ് ഫ്രേസ്. Yesterday. കറക്റ്റ് ആണ്. അതിന്റെ അകത്ത് ആഡ്വർബ് ഫ്രേസ് വരുന്നത് യെസ്റ്റർഡേ. ഇനി രണ്ടാമത്തേലേക്ക് പോകാം. നമുക്ക് രണ്ടാമത്തേലേക്ക് പോകാം. By tomorrow morning. Second one. By tomorrow morning, I will be. By tomorrow morning എന്ന് പറഞ്ഞ ഒരു കൊമയാണ്. I will be with you. By tomorrow morning, I will be with you. ഇതിന്റെ അകത്ത് ഏതാ വരുന്നത് ആഡ്വർബ് ഫ്രേസ്? By tomorrow morning. സെക്കൻഡ് വണ്ണിൽ വരുന്നത് ബൈ ടുമാറോ മോർണിംഗ് ആണ് ആഡ്വർബ് ഫ്രേസ്. അപ്പൊ നമുക്ക് മൂന്നാമത്തേലേക്ക് പോകാം. സീമ reached here, HERE, reached here 2 days. Seema reached here 2 days back. Seema reached here 2 days back. എഴുതിയോ? ഇതിൽ ഏതാണ് വരുന്നത് ആഡ്വർബ് ഫ്രേസ്? 2 days back. കറക്റ്റ് ആണ്. മൂന്നാമത്തെ സെന്റൻസിൽ 2 days ബാക്ക് ആണ് ആഡ്വർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. പിന്നെ നാലാമത്തെ എക്സാമ്പിൾ, ഷീ ലെഫ്റ്റ് my home. She left my home in the evening. She left my home in the evening. എഴുതിയോ? He left my home in the evening. ഇതിൽ ഏതാണ് വരുന്നത് ആഡ്വർബ് ഫ്രേസ്? In the evening. നാലാമത്തെ എക്സാമ്പിളിൽ വരുന്നത് ഇൻ ദ ഈവനിങ് ആണ് ആഡ്വർബ് ഫ്രേസ്. അപ്പൊ അഞ്ചാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. She visited here, HERE. He visited here for the first time. She visited here for the first time. നമ്മോട് പറയണോ? She visited here for the first time. ഇതിന്റെ അകത്ത് ഏതാ ആഡ്വർബ് ഫ്രേസ് വരുന്നത്? For the first time. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് വേണോ ഇതിന്റെ അകത്ത്?
ഒരു 5 എക്സാമ്പിൾസ് പറഞ്ഞാ പോരെ? കൂടുതൽ വേണോ? നമുക്ക് അടുത്തതിലേക്ക് പോകാം അല്ലെ. adverb phrase of place. രണ്ടാമത്തെ ടൈപ്പാണ് adverb phrase of place. ഇത് it indicates where an action occurs. ഒരു പ്രവൃത്തി എവിടെ നടക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അതിന്റെ എക്സാമ്പിൾസ് പറയട്ടെ. She left here. സോറി, ഒന്ന് മാറ്റി എഴുതണേ. She left her. Here അല്ലേ? She left her. She left her key, K-E-Y. She left her key here, H-E-R-E. She left her keys here. എഴുതിയോ? ഇതിലേതാണ് adverb phrase? Here. ഒന്നാമത്തെ എക്സാമ്പിളില് ഹിയർ ആണ് adverb phrase ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. we are, രണ്ടാമത്തെ എക്സാമ്പിള് we are waiting. We are waiting outside. We are waiting outside the store, S-T-O-R-E. We are waiting outside the store. ഈ സെന്റൻസിലെ adverb phrase ഏതാ? Outside the store. ഓക്കെ. രണ്ടാമത്തെ സെന്റൻസില് ഔട്ട്സൈഡ് ആണ് വരുന്നത്, ഔട്ട്സൈഡ് ദ സ്റ്റോർ. അപ്പൊ മൂന്നാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. The children are, മൂന്നാമത്തെ എക്സാമ്പിള് the children are playing. The children are playing upstairs, U-P-S-T-A-I-R-S. The children are playing upstairs. Upstairs. U-P-S-T-A-I-R-S. ഒന്ന് മ്യൂട്ട് ആക്കണേ. മൂന്നാമത്തെ സെന്റൻസിൽ ഏതാണ്? മൂന്നാമത്തെ സെന്റൻസിൽ അപ്സ്റ്റേഴ്സ് ആണ് adverb phrase ആയിട്ട് വരുന്നത്. ദ പാക്കേജ്, ഇത് നാലാമത്തെ എക്സാമ്പിൾ ആണ്. ദ പാക്കേജ്, നാലാമത്തെ എക്സാമ്പിൾ ദ പാക്കേജ് The package is on the table. നാലാമത്തെ എക്സാമ്പിൾ The package is on the table. ഇതിൽ adverb phrase ആയിട്ട് വരുന്നത് on the table. നാലാമത്തെ സെന്റൻസില് on the table ആണ് adverb phrase ആയിട്ട് വരുന്നത്. അഞ്ചാമത്തേലേക്ക് പോയിക്കോട്ടെ. മൂന്നാമത്തെ എക്സാമ്പിൾ ആണോ? ചിൽഡ്രൻ, മൂന്നാമത്തെ എക്സാമ്പിള് the children ജെറിനെ ഒന്ന് മ്യൂട്ട് ആക്കോ.
ജെറിൻമോൾ ഒന്ന് മ്യൂട്ട് ആക്കോ. മൂന്നാമത്തെ എക്സാമ്പിൾ, the children are playing upstairs. The children are playing upstairs. കിട്ടിയോ? മൂന്നാമത്തെ എക്സാമ്പിൾ എഴുതിയോ? ഓക്കെ. നാലാമത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ, the package is on the table. നാലാമത്തെ എഴുതിയോ എല്ലാരും? ഇനി അഞ്ചാമത്തെ എക്സാമ്പിള്, she hid the letter. She hid, HID. She hid the letter in her bag. She hid the letter in her bag. She hid the letter in her bag. എഴുതിയോ? ഇതിൻ്റെ അകത്ത് ഏതാണ് adverb phrase? In her bag. ഏതാ? In her bag. adverb phrase ആയിട്ട് വരുന്നത് in her bag. ഈ 5 എക്സാമ്പിൾ എഴുതിയോ എല്ലാരും? നമുക്ക് എന്നാ അടുത്തതിലേക്ക് പോകാം അല്ലെ, മൂന്നാമത്തത്. ഇനി അടുത്തത് adverb phrase of manner. മൂന്നാമത്തത് adverb phrase of manner. It indicates how an action performed. അതാണ് it indicates how an action performed. ഒരു പ്രവൃത്തി എങ്ങനെ നടക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾസിലേക്ക് പോട്ടെ. He drives. First example, he drives, DRIVES. First example, he drives the vehicle. He drives the vehicle amazingly. He drives the vehicle amazingly. എഴുതിയോ? AMAZINGLY, amazingly. adverb phrase വരുന്നത് ഏതാ? amazingly അല്ലേ വരുക? സെന്റൻസ് ഒന്നുകൂടെ പറയൂ. He drives the vehicle amazingly. അയാൾ എങ്ങനെ വാഹനം ഓടിച്ചു എന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ amazingly അല്ലേ വരിക adverb phrase. amazingly ആണ് ഫസ്റ്റ് എക്സാമ്പിളിന്റെ adverb phrase amazingly. എല്ലാവരും എഴുതിയോ? ഞാൻ എന്നാ രണ്ടാമത്തേലേക്ക് പോട്ടെ. everyone
രണ്ടാമത്തെ എക്സാമ്പിള് everyone played happily. Everyone played happily during the entire tournament. ENTIRE entire tournament. TOURNAMENT tournament. Everyone played happily during the entire tournament. ഇതിന്റെ അകത്ത് ഏതാ വരുന്നത് adverb phrase? ഹാപ്പിലി കറക്റ്റ് ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ ഹാപ്പിലി ആണ് adverb phrase ആയിട്ട് വരുന്നത്. മൂന്നാമത്തത് പറയട്ടെ. He ate my tiffin. He ate ATE. He ate my tiffin. 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 Greedily. GREEDILY. He ate my tiffin greedily. എഴുതിയോ? He ate my tiffin greedily. ഇതിന്റെ അകത്ത് ഏതാ വരുന്നത് adverb phrase? ഗ്രീഡ്ലി മൂന്നാമത്തെ സെന്റൻസിൽ greedily ആണ് adverb phrase ആയിട്ട് വരുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത് 2 or more വേർഡ്സ് അല്ലേ? അപ്പോ ഈ അമേസിംഗ്ലി ഗ്രീഡ്ലി ഒക്കെ 1 വേർഡ് അല്ലേ? അപ്പൊ ഇത് അഡ്വർബ് അല്ലേ? അഡ്വർബ് ഫ്രേസ് ആയിട്ട് നമ്മൾ പറയുമോ? അതാണ് ഞാന് പിന്നെ നോക്കിയതിന് മിസ്റ്റേക്ക്. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അതൊന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടടാ കേട്ടാ. അത് ഒന്നാമത്തത് he drives the vehicle so amazingly. എല്ലാവരും ഒന്ന് മാറ്റി എഴുതണേ. ഞാനത് എഴുതുമ്പോഴുള്ള മിസ്റ്റേക്ക് വന്നതാണേ. എഴുതിയോ? രണ്ടാമത്തത് everyone played. രണ്ടാമത്തത് everyone played very happily during the entire tournament. മൂന്നാമത്തത്
He ate my tiffin. He ate my tiffin. Agreedly വേണ്ട കേട്ടോ. Agreedlyക്ക് പകരം very cleanly. He ate my tiffin very cleanly. എഴുതിയോ? They played football. They played football very well. They played football very well. അഞ്ചാമത്തത് പറയട്ടെ. Sita puffed. C-O-U. Sita cuffed. C-O-U-G-H-E-D. Sita coughed very loudly in the classroom. Sita coughed very loudly in the classroom. എഴുതിയോ? എഴുതി എല്ലാരും? ഇനി adverb phrase of frequency. നാലാമത്തത്. നാലാമത്തത് adverb phrase of frequency. It indicates how often an action happens. It indicates how often an action happens. ഒരു പ്രവൃത്തി എത്ര തവണ നടക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് adverb phrase of frequency പറയുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ, adverb phrase of frequencyയിൽ never വരും, normally വരും, often വരും, അതുപോലെ സംടൈംസ്, മെനി ടൈംസ്, once a week അങ്ങനത്തെ എല്ലാമാണ് വരുന്നത് കേട്ടോ. വേർഡ് adverb phrase of frequencyയിൽ never, normally, often, sometimes, many times ഇതൊക്കെയാണ് വരുന്നത്.
പറയട്ടെ എക്സാമ്പിള്. Our family, first example. First example. Our family goes to Haridwar. Our family goes to Haridwar once a year. ONCE, once a year. Our family goes to Haridwar once a year. ഇതിലേതാ വരുന്നത്? Once ഇയർ. അതാണ് ആഡ്വർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. My friend, next example. My friend goes to my friend goes to the gym. My friend goes to the gym once a week. My friend goes to the gym once a week. My friend goes to the gym once a week. എഴുതിയോ? ഇതിനകത്ത് ഏതാ വരുന്നത്? once a week. ശരിയാണ്. നെക്സ്റ്റ് എക്സാമ്പിള്. He went to Canada. He went to Canada many times. He went to Canada many times. എഴുതിയോ? He went to Canada many times. ഇതിന്റെ അകത്ത് ഏതാ വരുന്നത്? Many times. ശരിയാണ്. നെക്സ്റ്റ് എക്സാമ്പിള്. Ramu played football. Ramu played football sometimes. Ramu played football
സംടൈംസ്. എഴുതിയോ? ഇതിലേതാ? സംടൈംസ് ആണ് ആഡ് വെർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. അഞ്ചാമത്തത് പറയട്ടെ. adverb phrase of reason. adverb phrase of reason. adverb phrase of reason indicates why an action occurs. ഒന്നാമത്തെ എക്സാമ്പിൾ. ഡ്യൂ ടു ദ, ഒന്നാമത്തെ എക്സാമ്പിൾ, ഡ്യൂ ടു ദ heavy traffic due to the heavy traffic we missed the meeting. Due to the heavy traffic we missed the meeting. Due to the heavy traffic we missed the meeting. We missed the meeting. എഴുതിയാ? ഇതിന്റെ അകത്ത് ഏതാ വരുന്നത്? Due Heavy to heavy due to traffic. heavy traffic. രണ്ടാമത്തത് പറയട്ടെ. He studied. രണ്ടാമത്തത് he studied. 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 Very hard. He studied very hard for the upcoming exam. She studied very hard for the upcoming exam. എഴുതിയോ?
ഇതിൻ്റെ അകത്ത് ഏതാ വരുന്നത്? വെരി ഹാർഡ്. ആഡ്വേർബ് ഫ്രേസ് ആയിട്ട് വരുന്നത് വെരി ഹാർഡ്. ഷീ സ്റ്റഡീഡ് വെരി ഹാർഡ് ഫോർ ദ അപ്കമിങ് എക്സാം. നെക്സ്റ്റ് എക്സാമ്പിൾ. I missed the train. I missed the train. Next example. I missed the train due to heavy rain. I missed the train, comma, due to heavy rain. എഴുതിയോ? I missed the train due to heavy rain. ഇതിൻ്റെ അകത്ത് ഏതാ വരുന്നത്? Heavy rain ആണ്. Due to heavy rain. Due to heavy rain. ഇതിലിനി നമുക്ക് ആറാമത്തെ ആഡ്വേർബ് ഫ്രേസ് ഓഫ് ഡിഗ്രിയും അതുപോലെ തന്നെ ആഡ്വേർബ് ഫ്രേസിന്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാന്ന് വിചാരിക്കുന്നു. ഇത്ര വരെ എല്ലാവർക്കും മനസ്സിലായിനോ? ആഡ്വേർബ് ഫ്രേസ് ഓഫ് റീസൺ വരെ. ആഡ്വേർബ് ഫ്രേസ് ഓഫ് റീസൺ വരെ എല്ലാവർക്കും മനസ്സിലായിനോ? അപ്പൊ അടുത്തത് ആറാമത്തത് ആഡ്വേർബ് ഫ്രേസ് ഓഫ് ഡിഗ്രിയും അതെന്താണെന്ന് അതിന്റെ എക്സാമ്പിൾസും പിന്നെ ആഡ്വേർബ് ഫ്രേസിന്റെ കൺക്ലൂഷനും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? എന്നാ ഓക്കെ, നമുക്ക് എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും നല്ലോണം കോപ്പറേറ്റ് ചെയ്തു. എല്ലാവർക്കും നന്ദി അറിയിക്കണേ. താങ്ക് യു മിസ്. ഓക്കെ ഷബ്ന, നേരിട്ട് കണ്ടതിന് സന്തോഷം. ഷബ്ന സംസാരിച്ചിരിക്കുമ്പോ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോ അപ്പോഴാണ് ഡിസ്റ്റർബൻസ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഫ്രേസ് കംപ്ലീറ്റ് ആയല്ലോ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോ ആഡ്വേർബ് ഫ്രേസ് ഓഫ് റീസണില് ഈ എക്സാമ്പിള് ഈ ബിക്കോസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? എക്സാമ്പിള് ഐ ആം ഗോയിങ് ടു ദ സ്റ്റോർ ബിക്കോസ് ഐ നീഡ് സം മിൽക്ക്. അത് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ? അത് മിസ് ഒന്ന് മ്യൂട്ട് ചെയ്തോ, മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ വേറെ ഒന്നുണ്ടല്ലോ കേട്ടോ, ഡിസ്റ്റർബൻസ് ഉണ്ടല്ലേ. നമുക്കത് പറയാം. കാരണം നമുക്ക് അഡ്ജക്റ്റീവ് ഫ്രേസ് വരുന്നത് റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയിട്ടൊക്കെ ആയിരിക്കും അല്ലെ, നമ്മൾ അങ്ങനെയാണ് അത് പഠിച്ചത്. പക്ഷെ ഇവിടെ ആണെങ്കിലോ ആഡ്വേർബ് ഫ്രേസ് ആണെങ്കിൽ ഏതാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. അതില് പെടുന്നതാണ് എന്ത്? ബിഫോർ ഒക്കെ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം, തെറ്റൊന്നുമില്ല കേട്ടോ. അത് എന്തൊക്കെ മിസ്റ്റേക്ക് വരുമോന്ന് വിചാരിച്ചിട്ട് എക്സാമ്പിൾ അതും പറഞ്ഞിട്ടില്ല, അതാ ഞാൻ ചോദിച്ചേ. അതില് ഓക്കെ, ക്ലിയർ ആണ്. അപ്പോ സബോർഡിനേറ്റ് കൺജങ്ഷനിലാണ് മെയിൻ ഇവിടെ. അതായത് അഡ്ജക്റ്റീവ് ഫ്രേസ് നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ വെച്ചാണ് പറഞ്ഞെങ്കിൽ ഇവിടെ
സബോർഡിനേറ്റ് കൺജക്ഷൻ ആണ്. അത് ഒരുപാടുണ്ട്. അതില് ഈ ദാറ്റ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, സബോർഡിനേറ്റ് കൺജക്ഷൻ ആണെന്ന് പറഞ്ഞാൽ പോലും ചില അങ്ങനെയൊക്കെ വരാറുണ്ട്. കേട്ടിട്ടുള്ളതായിട്ട് തോന്നും. എങ്കിലും നിങ്ങൾ പഠിക്കേണ്ട ഇത്രേ ഉള്ളൂ. കാണുമ്പോൾ അത് അറിയാലോ, ആഡ്വേർബിന് ബേസ് ചെയ്താണോ വരുന്നത് നോക്കുക. ദെൻ അത് ഫ്രേസ് ആണ് ഐഡന്റിഫൈ ചെയ്യുക. അല്ലാതെ സോറി ഫ്രേസ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് ക്ലോസ് ആണ്. സോറി, കേട്ട നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ? മനസ്സിലായോ എന്തെങ്കിലും? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല മാം, ആലോചിക്കൊണ്ടിരിക്കുവായിരുന്നു. അതെ, സോറി, ഞാനും ആലോചിച്ചു. കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ക്ലോസ് ആരെടുക്കുന്നേ? ചേടാ പോയി, കയ്യിന്ന് പോയി. ഓക്കെ അടുത്ത ഗ്രൂപ്പാണ് മാം, അടുത്ത ഗ്രൂപ്പാണ്. ഓക്കെ, അവർക്ക് കുഴപ്പമില്ല. ഓക്കെ, ഫ്രേസ് ഷംന അങ്ങനെ യൂസ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 or 2 വേർഡ്സ് വരണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതായത് ആഡ്വേർബിന് പറയാലോ, ഷീസ് സ്പീക്ക് ലൗഡ്ലി. ആ ലൗഡ്ലി ആണ് ആഡ്വേർബ്. ഫ്രേസ് വരണമെങ്കിൽ ഷീ സ്പീക്സ് ലൗഡ്ലി, നീറ്റ്ലി അങ്ങനെ തന്നെ വരണം, ഒരു നിർബന്ധവും ഇല്ല. കാണുമ്പോ അതിനെ കുറച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഫ്രേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, മിസ് അതുപോലെ ആഡ്വേർബ് ഫ്രേസ് ഓഫ് മാനറില് ഞാൻ ആദ്യം പറഞ്ഞത് ഹി ഡ്രൈവ്സ് ദ വെഹിക്കിൾ അമേസിംഗ്ലി എന്നാ പറഞ്ഞത്. അപ്പൊ അത് പിന്നെ അന്നേരം അത് കറക്റ്റ് ആയിട്ട് വരുമോ, അല്ലെങ്കിൽ വെരി സോ അമേസിംഗ്ലി എന്ന് തന്നെ പറയേണ്ടി വരുമോ? ഫ്രേസ് ആയിട്ടാണോ പറഞ്ഞത്? ഹി ഡ്രൈവ്സ് ദ വെഹിക്കിൾ അമേസിംഗ്ലി എന്നാണ് ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തത്. അപ്പൊ സനിൽ ഈ ഒരു ഡൗട്ട് ചോദിച്ചത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചത് അത് അതിന്റെ പേര് സോ ചേർക്കേണ്ടി വരുമോ അമേസിംഗ്ലി, അല്ലെങ്കിൽ പിന്നെ അമേസിംഗ്ലി മാത്രം മതിയോ എന്നുള്ളതാണ്. ഓക്കെ, അതായത് അമേസിംഗ്ലി മാത്രമാണെങ്കിൽ അത് നമ്മൾ പഠിച്ചത് അങ്ങനെയാണ് അല്ലെ, ആഡ്വേർബ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോ പറയാണ് കാർഡ് അമേസിംഗ്ലി എന്ന് പറഞ്ഞിട്ട് ഇത് ഏതാണ്, അല്ലെങ്കിൽ അമേസിംഗ്ലി എന്ന് പറയുന്ന വേർഡിനടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാണ്. അത് അണ്ടർലൈൻ ചെയ്ത് പാർട്ട് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഓപ്ഷൻസ് നോക്കാം. എക്സാമിന്റെ കാര്യമാണ് പറയുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ ആഡ്വേർബ്, ഫ്രേസ്, ക്ലോസ്, അഡ്ജക്റ്റീവ് ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ, അതായത് ആഡ്വേർബ് മാത്രമായിട്ട് ഇല്ല എങ്കിൽ നമുക്ക് ആൻസർ എന്ത് എഴുതാൻ പറ്റും? ഫ്രേസ് ആയിട്ട് എഴുതാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെയും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ആ ഡൗട്ടാണ് ക്ലിയർ ആയാലോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് ഇനി എനിക്ക് ബാക്കിയുള്ളത് ആഡ്വേർബ് ഫ്രേസ് ഓഫ് ഡിഗ്രി ആണ്. ഡിഗ്രിയോ അത് ചെറിയൊരു കൺക്ലൂഷൻ പോലെ കഴിഞ്ഞാൽ ആഡ്വേർബ് ഫ്രേസ് കംപ്ലീറ്റ് ആയി. ഓക്കെ ഷംന, അപ്പോ ഫ്രേസ് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ കുറച്ച് എക്സാമ്പിൾസും ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ ഒന്ന് ചോദിക്കാം കേട്ടോ അവരോട്. അറിയാലോ, അവർക്ക് മനസ്സിലായതൊക്കെ അവര് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, പ്രസന്റ് ചെയ്യട്ടെ. സോ അതിനൊക്കെ ടൈം കൊടുക്കാം. സ്ലോലി ക്ലാസ് പോവുക. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ടൈം കഴിഞ്ഞു. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയാം. Next, I call out Sindhu for sign out. അശ്വതി മാമിനും നമുക്ക് ക്ലാസ് എടുത്തു തന്ന ടീച്ചറിനും നമ്മുടെ കൂടെ ഇന്ന് സഹകരിച്ച എല്ലാ ടീച്ചേഴ്സിനും നന്ദി. Okay, so thank you all. I will see you all. Okay, bye, Joe. Thank you, ma'am.